ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കൊച്ചുമോൻ രാജുവിന്റെയും എന്റെയും നേരെ നടന്ന ഗുണ്ടാവിളയാട്ടത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് പോലീസ് തെളിയിക്കും. ഈ കോൺസ്പിറസിയുടെ പിന്നിൽ ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അഴിയണിക്കുന്നത് വേറെ, അതിനു മുമ്പ് വേറെ ചിലത് ഇവിടെ നടക്കും. എന്തായാലും നാളെ സൂര്യനന്ദിക്ക് മുമ്പ് സത്യങ്ങളെല്ലാം പുറത്തു വരും, അതുറപ്പാ. സർ, ഞങ്ങൾ ഇറങ്ങട്ടെ. വരും മേഡം. രാജു, ആ തൽക്കാലം വീട്ടിൽ ഇതൊന്നും പറയണ്ട. വേണൂട്ടിനും രാധമ്മയ്ക്ക് പേടിക്കും. ഇല്ല സർ, ഒന്നും പറയില്ല. വാ മേഡം. എന്തായാമിനി അവിടെ ഒരു തർക്കം. രാജുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടയെ പോലീസ് പിടിച്ചു. ദീപക്കിനെതിരെ വല്ല പങ്കുണ്ടോന്ന് പ്രതാപേട്ടൻ അവനെ ചോദ്യം ചെയ്യായിരുന്നു. എന്തായാലും ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് തന്നെ അമ്മേ. ആ അമ്മയും മകനും ഇതിന്റെ പിന്നിലുണ്ടെന്ന് തന്നെ എന്റെ ഉറച്ച വിശ്വാസം. ഒരു കണക്കിനെ രക്ഷപ്പെട്ടെ. അമ്മേ, ദേ വരുന്നുണ്ട് ആ വിഷജന്തുക്കള്. നിക്കടേ അവിടെ. എന്താ നീ എന്നെ കണ്ടിട്ട് വഴിമാറി പോകുന്നത്? ഞാനെന്താ വല്ല കടുവയോ പുലിയെങ്ങാനാണോ പിടിച്ചു തിന്നാൻ? അല്ലമ്മേ, അമ്മയും യാമിനിയും തമ്മിൽ സംസാരിക്കുകയല്ലേ. നിങ്ങളുടെ പ്രൈവസിയില് ഞാനെന്തിനാ? ഓ, സാമാന്യ മര്യാദ. എന്തായാലും ഇങ്ങോട്ട് വാ. നീ എന്താ അവിടെ കള്ളനെ പോലെ പമ്മി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാടാ. എനിക്ക് വരാൻ സൗകര്യമില്ല. ആഹാ, നിനക്ക് വരാൻ സൗകര്യമില്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോണം. എന്നേക്കുമായി നിന്റെ പെട്ടിയും പ്രമാണം എടുത്ത് ഇറങ്ങണ വെളിയില്. അമ്മേ, ക്ഷമിക്കമ്മേ. അവനെന്തെങ്കിലും വിവരദോഷം പറഞ്ഞു എന്ന് കരുതി അമ്മ ക്ഷമിച്ചുകളാ. എനിക്ക് ഈ യൂസേഴ്സിനോടൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. ക്ഷമിക്കേണ്ട കാര്യവും ഇല്ല. അമ്മേ, അവൻ കൊച്ചല്ലേ. കൊച്ചോ? ഒരു കൊച്ചുള്ളവനാ ഇവൻ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആ കൊച്ചിനെയും ആ തള്ളയെ ഇവൻ കൊന്നു കാണും. ഒന്ന് ക്ഷമിക്കമ്മേ. എടാ, അമ്മ വിളിച്ചത് കേട്ടില്ലേടാ? ഇങ്ങോട്ട് വാടാ. ഇവിടെ വരാൻ വാടാ ഇങ്ങോട്ട്. നിന്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആരും പറഞ്ഞു തരണമെന്നില്ല. ദേ, ഈ നിൽക്കുന്ന എന്റെ അമ്മയുണ്ടല്ലോ, ഇവളെ ഞാൻ കാണാൻ തുടങ്ങിയതേ ഇന്നോ ഇന്നലെയോ അല്ല. നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. ചരിത്രേ ഇവളെ പറഞ്ഞു തരും. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വിളിപ്പിച്ചതേ ഇതൊന്നും പറയാനല്ല. എന്റെ കൊച്ചുമോൻ രാജുവിന്റെയും എന്റെയും നേരെ നടന്ന ഗുണ്ടാവിളയാട്ടത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് പോലീസ് തെളിയിക്കും. ഈ കോൺസ്പിറസിയുടെ പിന്നിൽ ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അഴിയണിക്കുന്നത് വേറെ, അതിനു മുമ്പ് വേറെ ചിലത് ഇവിടെ നടക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട.
രാജു, ഉം? എന്താ മാഡം? ഈ ബൈക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്താവോ? പിന്നെന്താ മാഡം? എന്താ മാഡം? എന്റെ ആ പേടി ഇതുവരെ മാറിയിട്ടില്ല രാജു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി സമയമായില്ലേ മാഡം? എന്നാലും മനസ്സിലുള്ള ആ കിടുകിടുപ്പ് ഇപ്പോഴും അങ്ങ് മാറുന്നില്ല. മാഡത്തിന് ഇത്രയ്ക്ക് പേടിയാണോ? അതല്ല രാജു, രാജുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞ രാജുവിന് എന്തെങ്കിലും പറ്റിയ പിന്നെ എനിക്കാര്? രാജുവിന് എന്തെങ്കിലും പറ്റിയിട്ട് ഞാൻ ജീവിക്കുന്നത് എന്തിനാ? പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്താ മേഡം ഇത്? രാജു ഇല്ലാത്ത ലോകത്ത് ഞാനുണ്ടാവില്ല. ഞാൻ മരിച്ചു കളയും. കരയാതെ മേഡം, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആരും എന്നെ ഒന്നും ചെയ്യില്ല. ഞാനുള്ള ലോകത്ത് മാഡം ഉണ്ടാവും. മാഡത്തോടൊപ്പം എന്നും ഈ രാജു ഉണ്ടാവും. ദൈവമേ, ഞാൻ എന്തിനാ മാഡത്തിന്റെ അമ്മയെ തിരയുന്നെന്ന് മാഡം അറിഞ്ഞ മാഡത്തിന് അതൊരു വലിയ ഷോക്കാവും. ഈ പിള്ളേരെ എന്ത് ഇതുവരെ കാണാത്തെ? ആരാ ഇവിടെ പിള്ളേര്? അല്ല, എന്റെ പേരെ കുട്ടിയാണെങ്കി അങ്ങ് ഹോസ്റ്റലിലല്ലേ? എന്റെ അമ്മയുടെ പിള്ളേരെന്ന് പറയുന്നതേ ഞങ്ങള് 3 മക്കളെ. ഓ, ഇപ്പതാ ഋതുമോളും ഉണ്ട്. നിങ്ങളാണോ പിള്ളേര്? നിങ്ങള് കൊള്ളാല്ല, 3 ഇള്ളാ പിള്ളകള്. നിങ്ങൾക്ക് മകന എന്നോട് വാത്സല്യം ഇല്ലെന്ന് കരുതി എല്ലാവരും അങ്ങനെയാവും. നിങ്ങള് തിരുവയറ് ഒഴിഞ്ഞ അമ്മയാ. രാധമ്മ മക്കളെ പ്രസവിച്ച അമ്മയാ. അതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, കേട്ടാ? ഇവര് അമ്മയെ പൊന്നുപോലെ സ്നേഹിക്കുന്ന മക്കളാ. ഓ, നീയാണെങ്കി അമ്മക്കിട്ട് വേല വയ്ക്കാൻ നടക്കുന്ന മോന. അതാണ് ഇവരും നീയും തമ്മിലുള്ള വ്യത്യാസം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എന്നെ അടിക്കടി ചീത്ത വിളിക്കുക. നീ വീട് പണിയുന്ന പറമ്പേ എന്റെ പേരില്ല, അത് മറക്കണ്ട.